പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ കാലത്തുള്ള ഓഡിയൻസ് എനിക്ക് തോന്നുന്നത് കർത്താവ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഈശോയുടെ സംസാരത്തിൻ്റെ ഒരു പ്രത്യേകത ഇതായിരുന്നു. അതായത് ഈശോ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് ദൈവവചനം കേൾക്കാനുള്ള തുറവി അവർക്ക് കൊടുക്കും. അത് വലിയൊരു കാര്യമാണ്. അതായത് ഇപ്പം നിങ്ങൾ വചനം വായിക്കണില്ലേ വീട്ടിലെ? അപ്പം വീട്ടിൽ വചനം വായിക്കുമ്പോൾ തന്നെ അതുപോലെ ഇപ്പോൾ ഈ ശുശ്രൂഷ കൂടുന്നില്ലേ നിങ്ങൾ? അങ്ങനെ കൂടുമ്പോൾ തന്നെ ആദ്യമേ പ്രാർത്ഥിക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ചോ. ഇപ്പം പ്രാർത്ഥന പറഞ്ഞു തരാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ ആ വചനം ഗ്രഹിക്കാനുള്ള ആന്തരിക അഭിഷേകം നൽകണമേ. ആന്തരിക അഭിഷേകം നൽകണമേ. എന്റെ ചെവികളെ തുറക്കണമേ, എന്റെ കണ്ണുകളെ തുറക്കണമേ, എന്റെ ഹൃദയത്തെ തുറക്കണമേ. വചനം കേട്ട് അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ വചനം ഗ്രഹിക്കുവാൻ എന്റെ ആന്തരിക നേത്രങ്ങളെ തുറക്കണമേ. ഹൃദയത്തെ വചനം സ്വീകരിക്കാൻ ഒരുക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ. പാവനാത്മാവേ ഒരുമിച്ച് പാടുക. ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക, നീ എന്നിൽ നിറഞ്ഞിടുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം. അപ്പോൾ അവിടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഭർത്താവ് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴേ ഇപ്പോൾ ലൂക്ക 24:27 അനുസരിച്ച് മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങൾ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നവയെ എല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ 31-ാം അധ്യായം 31-ാം വാക്യത്തിൽ 24:31 അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. 24:25 എഴുതിയിരിക്കുന്നത് അവിടെ ഹൃദയം ജ്വലിച്ചു എന്നാണ്. കാരണം അവിടെ ഹൃദയം മന്ദീഭവിച്ചിരിക്കുകയായിരുന്നു. 24:25 ലുക്ക 24:25 ഹൃദയം മന്ദീഭവിച്ചരെ എന്ന് കർത്താവ് വിളിക്കുന്നുണ്ട് അവരെ. ഈ ഹൃദയം മന്ദീഭവിച്ച അവസ്ഥയിലാണ് നമ്മൾ കർത്താവിൻ്റെ വചനം പലപ്പോഴും കേൾക്കുന്നതും. ഈ ബൈബിളിൽ നമ്മൾ സന്ധ്യയ്ക്ക് ജപമാലയ്ക്ക് ശേഷം വചനം വായിക്കത്തില്ലേ?
പക്ഷെ വായിക്കുമ്പോൾ ഇത് നമ്മൾ വായിക്കുമ്പോൾ ഹൃദയം മന്ദീഭവിച്ച അവസ്ഥയിലാണ് നമ്മൾ വായിക്കണത്. ഇപ്പം അപ്പോസ്തലന്മാരുടെ ഹൃദയം മന്ദീഭവിക്കേണ്ട കാര്യം എന്താ? കർത്താവ് മരിച്ചുപോയി എന്നുള്ള ഒരു ദുഃഖം കൊണ്ടാണ് അവരുടെ ഹൃദയം മന്ദീഭവിച്ചത്. ഇപ്പം സങ്കടം വരുമ്പോൾ ഹൃദയം മന്ദീഭവിക്കുവേ. ഇപ്പം നമുക്ക് രോഗം വന്നാൽ, ഇപ്പോൾ രോഗമാണെന്ന് പറയുമ്പോൾ ഹൃദയം മന്ദീഭവിച്ചിരിക്കും അല്ലേ? അതുപോലെ തന്നെ കടങ്ങൾ ഉണ്ടെങ്കിൽ ഹൃദയം മന്ദീഭവിക്കും. ഇപ്പോൾ സ്വാഭാവികമായി ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ഹൃദയം മന്ദീഭവിക്കും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് വചനം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനൊരു മന്ദീഭവിച്ച അവസ്ഥയിലാണ് നമ്മളിത് വായിക്കണത് എന്ന് നമുക്കൊരു ഓർമ്മയുണ്ടാകണം. അത് എന്നിട്ട് ഈ അമ്മയുടെ മധ്യസ്ഥം ചോദിക്കണം. കാര്യം വചനം ആദ്യം സ്വീകരിച്ചത് അമ്മയാണ്. അപ്പം അമ്മ വചനം സ്വീകരിച്ചിട്ട് അമ്മ അത് മാംസമാക്കി മാറ്റിയത്, മാംസം അവസാനം അത് ഈശോയായി പിറന്നതും എല്ലാം വചനത്തിൻ്റെ അമ്മയാണ്, ദൈവമാതാവ്. അപ്പം അമ്മയോട് പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അപ്പോസ്തലന്മാരെ പോലെ പലപ്പോഴും വചനം കേൾക്കാൻ ഞങ്ങളുടെ ഹൃദയവും ജീവിത സങ്കടങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട്, വഴക്കുകൾ കൊണ്ട് ഹൃദയം മന്ദീഭവിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വിശുദ്ധമായ രക്തം ഞങ്ങളുടെ ഹൃദയത്തില് തളിക്കണമേ. അങ്ങ് വചനം പ്രഘോഷിച്ചപ്പോഴ് അപ്പോസ്തലന്മാരുടെ ഹൃദയങ്ങളെ ജ്വലിച്ചതുപോലെ വചനം കേൾക്കാൻ ഞങ്ങളുടെ കർണപുടങ്ങളെ അങ്ങ് തുറക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. എന്നിട്ട് അവർ ഇപ്പോൾ 24:32 ലൂക്കായുടെ സുവിശേഷം, വിശുദ്ധ ലൂക്ക 24:32 എന്താ എഴുതിയിരിക്കുന്നത്? അവിടുന്ന് വചനം നമ്മൾക്ക് പറഞ്ഞു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയല്ലായിരുന്നോ? പക്ഷേ രുചിയുടെ എന്നാ ചെയ്തത്? അവരെഴുന്നേറ്റ് എവിടുന്നാണോ തങ്ങൾ ഇട്ടച്ചൻ പോകുന്നത് തിരിച്ച് ആ ജെറുസലേമിലേക്ക് തന്നെ അവർ തിരിച്ചു പോകും. അപ്പോൾ വചനത്തിൻ്റെ പ്രത്യേകത അതാണ്. അതായത് വചനം കേൾക്കുമ്പോഴേ, അപ്പം അതിന് മുമ്പൊരു പണി ചെയ്യണം മക്കളെ. ഈ വിശുദ്ധ കുംഭസാരം എന്നൊക്കെ പറയണതേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഹൃദയം കടങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, വീട്ടിലെ വഴക്കുകൾ കൊണ്ട് ഹൃദയം മന്ദീഭവിച്ചിരിക്കുകയാണെങ്കിലേ നിങ്ങൾ ഈസിയായിട്ട് ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. എത്രയും വേഗം പോയി കുമ്പസാരിക്കുക, എത്രയും വേഗം. അപ്പോൾ നിങ്ങൾ പറയും ഇപ്പോൾ കൊറോണയാണ് കുമ്പസാരിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കറിയാമല്ലോ, ആവശ്യക്കാർക്കൊരു പ്രശ്നമില്ല. ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടത്, ഒരു അച്ഛൻ കസേര വീട്ടിലിരിക്കുകയാണ്. എന്നിട്ട് കാറിന് വന്ന ആൾക്കാർ കാറിൽ ഇരിക്കും, കാറിൽ നിന്ന് കുമ്പസാരിക്കും, അച്ഛന് ആശീർവാദം കൊടുക്കും. പ്ലേഗ് കാലത്ത് നിലനിന്ന സഭയാണിത്. എല്ലാ വസന്തകളെയും നമ്മൾ അതിജീവിക്കും. ആധ്യാത്മികമായി നമ്മൾ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ. ശ്രുതികട്ടെ ഹല്ലേലൂയ, ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് സഭയിൽ ഇപ്പോൾ ഓൺലൈനിലല്ലേ നിങ്ങളെ കുർബാന കൂടുന്നത് ഇല്ലേ? ഇപ്പം നമ്മൾ കൃപാസനത്തിൽ ഇപ്പോൾ തത്സമയ റോസറി ജപമാല കൃപാവരേഞ്ഞുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ പങ്കെടുക്കുന്നതാണ് ഇതിൻ്റെത്. ഭയങ്കരമായ ഒരു അനുഗ്രഹമാണത് ഇപ്പോൾ ഇതിലൂടെ വരണോണ്ടിരിക്കുന്നത്. അതായത് അൾത്താരയെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ
കൃപാസനത്തിൽ വന്ന് അമ്മയുടെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കണ പോലെ തന്നെ നിങ്ങൾ ഓസ്ട്രേലിയയിലും പാലായിലും എറണാകുളത്തും അമേരിക്കയിലേക്കുള്ള ആൾക്കാർ തത്സമയമായിട്ട് എല്ലാ ദിവസവും 3:30 മണിക്കാണ് ജപമാല തുടങ്ങുന്നത്. അമ്മയെ കണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ ഇവിടെ നിങ്ങളുടെ ലിങ്കായി നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ പറയണ കേൾക്കണ പ്രാർത്ഥനാ വിഷയങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കും. നിങ്ങൾ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഞാനൊരു 3 മാസം മുമ്പ് ബിഷപ്പ് ഹൗസിൽ ഞങ്ങളുടെ ആലപ്പുഴ ബിഷപ്പ് ഹൗസിൽ കോൺഫറൻസ് നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർച്ച് 12-ാം തീയതി ലോക്ക്ഡൗൺ ആകാൻ പോകുന്ന സമയത്ത് ഒരു കോൺഫറൻസ് ഉണ്ടായി. അപ്പോൾ ഞാൻ ബിഷപ്പിനോട് പിതാവിനോട് ചോദിച്ചു, പിതാവേ ഞാൻ ചെവിച്ചെന്നാണ് ചോദിച്ചത്. പിതാവ് അതിന് പരസ്യമായിട്ട് ഉത്തരം പറഞ്ഞു. എനിക്കങ്ങനെ തോന്നി ചോദിക്കണമെന്ന്. ഞാനതൊരു പിതാവിനെ പരസ്യമായിട്ട് ഉത്തരം പറഞ്ഞത്. ഞാൻ ചോദിച്ചു ഇതാണ്, ഇപ്പോൾ ഇങ്ങനെ ഇത് മാർച്ച് മാസത്തിൽ ചോദിച്ചതാണ്, 10-ാം തീയതി വരെ ചോദിച്ചതാണ്. അതായത് ഞങ്ങൾക്ക് ആൾക്കാരുടെ കുമ്പസാരം ഫോണിൽ കേൾക്കാമോ അല്ലെങ്കിൽ സ്കൈപ്പിൽ കേൾക്കാമോ എന്നാണ്. അന്ന് സ്യൂം ഇത്രയും പ്രചാരം നേടിയില്ല, ഇപ്പോൾ ഗൂഗിൾ മീറ്റ് പ്രചാരം നേടിയിട്ടില്ല. ഇപ്പോൾ ആൾക്കാരെ കണ്ടിട്ട് അവിടെ പാപങ്ങൾ മോചിക്കാമോ എന്ന് ചോദിച്ചു. കാര്യം ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടാണ് അങ്ങനെ ചോദിച്ചത്. പക്ഷേ സഭയിൽ നിന്ന് നമുക്ക് അനുവാദം കിട്ടിയില്ല. പക്ഷേ ഞാനിപ്പോഴും തുടരുകയാണ്, അതായത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ ഒരു കാലം വന്നാൽ ഓരോ വ്യക്തികൾ എത്ര പേരാണ് ഞങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ പരിപൂർണമായ ദണ്ഡവിമോചനം നടത്തിയില്ലേ വത്തിക്കാൻ. പെസക വ്യാഴാഴ്ച ചൊവ്വാഴ്ചയോ അല്ലേ പരിപൂർണമായ ദണ്ഡവിമോചനം നടത്തിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് വത്തിക്കാൻ്റെ യൂട്യൂബിൽ ഒരു 2,25,000 സബ്സ്ക്രിപ്ഷൻ ഉണ്ടായത്. ആ പരിപൂർണമായ ദണ്ഡവിമോചനത്തിൻ്റെ സമയമായപ്പോൾ പൂക്കുറ്റി പോലെയാണ് ജനങ്ങൾ അത് ഓപ്പൺ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് 5 ലക്ഷമായി. അപ്പം അത് സഭ അത് വിവേചിച്ച് മനസ്സിലാക്കേണ്ട കണക്ക് എന്താ വെച്ചാൽ ജനം അത്ര കണ്ട് പാപം മോചിക്കപ്പെടാൻ സങ്കടത്തോടെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് ആ മേഖലയിൽ സഭയ്ക്ക് നല്ല ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി കർത്താവായ ദൈവമേ, പാപാവസ്ഥ കഴിയുന്ന ജനങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി കർത്താവേ പുതിയ കാലത്തെ പുതിയ മാർഗങ്ങളെ സഭയുടെ അപ്പോസ്തലിക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ പാസ്റ്റർ ചെയ്യാനും ജനങ്ങളെ പരിപോഷിപ്പിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ പുതിയ വെളിച്ചം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാവനാത്മാവേ നിറഞ്ഞിടണമേ, നിന്റെ ശുദ്ധി എൻ്റെ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ നിറഞ്ഞിടണേ, നിന്റെ ശുദ്ധി എൻ്റെ നിറയ്ക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത് പ്രധാനപ്പെട്ട വിഷയമാണ്. കാര്യം ഹൃദയം മന്ദീഭവിച്ച് പോകുമ്പോൾ നിങ്ങളെ ഇപ്പോൾ സിറ്റുവേഷനിൽ ഇപ്പോൾ നമുക്കറിയാം, ലാറ്റിൻ കുർബാന അർപ്പിക്കുമ്പോഴും നമ്മൾ മാക്സിമ കുൾപ്പ, എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ, ഐ കൺഫസ് ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവത്തോട് എന്നുള്ള വലിയ പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. നമ്മൾ അനുതാപത്തിൻ്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈനിലാണെങ്കിലും ആ കുർബാന പങ്കെടുക്കുമ്പോൾ ഇപ്പോൾ ഓൺലൈനിൽ കുമ്പസാരിക്കാൻ നമുക്ക് അവസരമില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഓർക്കണം, ഈ ജനറൽ അബ്സല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് കുർബാന കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ അതിൻ്റെ മക്കൾ ഓൺലൈൻ കുർബാന പങ്കെടുക്കുമ്പോൾ ഉടനെ നിങ്ങൾ നമ്മുടെ പാപങ്ങൾ ഓർത്ത് അനുദപിക്കാമെന്ന് പറയുമ്പോൾ ഉടനെ കൈ നെഞ്ചത്ത് വെച്ച് ശിരസ്സമിച്ച് കർത്താവ് പാപങ്ങൾ നിങ്ങൾ ഏറ്റു പറയണം. അപ്പോൾ കുർബാനയിൽ തന്നെ വൈദികൻ സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാട്ടെ എന്ന് പറയും. എൻ്റെ മക്കളെ രക്ഷപ്പെട്ടെ. എന്താ കാര്യം? ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്കറിയാം. നിങ്ങൾ കുമ്പസാരത്തിന് തുല്യമായിട്ട് വരും. അതുകൊണ്ട് ഇനിയൊരു കുമ്പസാരത്തിന് അണയുമെന്ന് വരെ നിങ്ങൾ പരപ്രസാദത്തിൽ നിലനിർത്താൻ നിങ്ങൾ കഴിയും. വാട്ട് ഐ ആം ടോക്കിംഗ് അബൌട്ട്, അതായത് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ ഹൃദയം മ്ലാനതയോടുകൂടി വചനം വായിച്ചാൽ നിങ്ങളുടെ ഹൃദയം ജ്വലിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, അവർ ഹൃദയം ജ്വലിച്ചിട്ട് ജെറുസലേമിലേക്ക് തിരിച്ചു പോവുകയാണ്. വചനം വായിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാഥമിക ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും. ഒരു പക്ഷേ
കടങ്ങൾ കൊണ്ടോ രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വഴക്കുകൾ കൊണ്ടോ നിങ്ങളുടെ മനസ്സ് മലീമസമായിരിക്കുകയും ഹൃദയം തളർന്നിരിക്കുകയും ചെയ്തിരിക്കും. പക്ഷേ വചനത്തിനൊരു കപ്പാസിറ്റി ഉണ്ട്. എന്താണ്? വചനം കേൾക്കുമ്പോൾ ഹൃദയം ചൊരിച്ചിട്ട് നിങ്ങളെ ഏത് വികാരത്തിലാണ് ഇപ്പോഴേ ആദ്യമുണ്ടായിരുന്ന വികാരത്തിലേക്ക്, ആ സമാധാനത്തിലേക്ക്, ആ സന്തോഷത്തിലേക്ക്, ആ കൂട്ടായ്മയിലേക്ക്, ആ കൃപയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ അപ്പോസ്തലരെ കണ്ടില്ലേ, 24:32 എന്താ പറയണത്? അവരെ തിരിച്ചു പോയെന്നാ പറയണത്. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ശ്രുതികട ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:33, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:33 വചനം കേട്ട് കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചത്? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം കേട്ടാൽ ഹൃദയം ജ്വലിക്കും, മ്ലാനതയെല്ലാം മാറും. എന്നിട്ട് അവർ തിരിച്ചു പോകും. ഇപ്പം നിങ്ങൾക്ക് കടമുണ്ട്, ഇപ്പം ജപ്തി നോട്ടീസ് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന നിങ്ങളുടെ മാനസികാവസ്ഥ എന്താ? നിങ്ങൾ അത്യാവശ്യം കുഞ്ഞുങ്ങളെയും പോറ്റി ഉള്ളത് ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ കഴിയും. ഇപ്പം ജപ്തി നോട്ടീസ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സാപ്പിൾ മ്ലാനമാകും. പക്ഷേ വചനം കേട്ട് കഴിയുമ്പോൾ, ആ വചനത്തെ വിശ്വസിച്ച് കഴിയുമ്പോൾ ജപ്തി നോട്ടീസ് വന്നതിന് മുമ്പുള്ള മാനസികാവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയണം. അപ്പോഴാണ് നിങ്ങളുടെ ഹൃദയം ജ്വലിച്ച് അഭിഷേകം കിട്ടണമെന്ന് പറയണത്. ഇപ്പം നിങ്ങൾക്കൊരു രോഗം ഉണ്ടായി, ഇപ്പോൾ രോഗം ഉണ്ടായതാണ് ഇല്ലേ? രോഗമില്ലാതിരുന്ന കാലങ്ങളിൽ ഇപ്പം ചിലവരും കർത്താവേ കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ എന്ത് ഹാപ്പിയായിരുന്നു, ഇപ്പോൾ ഒരു ഹാപ്പിയുമില്ല, ഇപ്പോൾ ഈ രോഗവും പിടിച്ച് ഈ രോഗം എത്ര കാലം മാറുമെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കും. പക്ഷേ വചനം കേട്ട് കഴിയുമ്പോൾ, വചനത്തിന് അങ്ങനെ ഒരു ഭയങ്കര കഴിവുണ്ട്. വചനം കേട്ട് കഴിയുമ്പോൾ ഈ രോഗം ഡയഗ്നോസ് ചെയ്യണ മുമ്പ് ഉണ്ടായിരുന്ന മാനസികാവസ്ഥയിലേക്ക് നിനക്ക് തിരിച്ചു പോകാൻ കഴിയും. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച അച്ഛനോട് ചേർന്ന്, കർത്താവേ കർത്താവേ വചനത്തിന് എന്നാ കഴിവാണിച്ചു. കർത്താവേ ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് പണ്ടുണ്ടായിരുന്ന സന്തോഷത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ എന്റെ വചനത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തലന്മാരെ പോലെ വചനം കേൾക്കുമ്പോൾ എന്റെ ഹൃദയത്തെ ആത്മാവിലെ ജ്വലിപ്പിക്കണമേ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. ലോകം മുഴുവൻ കെട്ടിപ്പടരട്ടെ. 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 ലോകം മുഴുവൻ കെട്ടിപ്പടരട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. നമുക്ക് കർത്താവ് തന്ന സുവിശേഷ ദൂത് എന്താണ്? പഴയ മാനസികാവസ്ഥയിലേക്ക്, സന്തോഷത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയും അല്ലേ? ആ തിരിച്ചു പോകാൻ നമ്മളെ സഹായിക്കുന്നതാണ് വിശുദ്ധ കുർബാനയും ദൈവവചന പ്രഘോഷണവും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ പുത്തൻ കുർബാന എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യും. ഓർഡിനേഷൻ, പട്ടാഭിഷേകം, പട്ടകല്യാണം കഴിഞ്ഞിട്ടതിന് ശേഷം പിറ്റേ ദിവസം ചെല്ലുന്ന കുർബാനയാണ് പുത്തൻ കുർബാന. എമ്മാവുസിലേക്ക് സംഭവിക്കുന്നത് പുത്തൻ കുർബാനയാണ്. അന്ത്യത്താഴത്തിൽ കർത്താവ് കുർബാന സ്ഥാപിച്ചതിന് ശേഷം പിന്നെ കുർബാന ചെല്ലണതാണ് പുത്തൻ കുർബാന. ഈ പുത്തൻ കുർബാനയുടെ ഗുണം എന്താ? അത് സാധാരണ ഓർഡിനറി മാസമാണ്. ഓർഡിനറി മാസമാണ്. ഈ ഓർഡിനറി മാസത്തിൽ എന്തെല്ലാം ഉണ്ട്? സാധാരണ കുർബാനയിൽ ദൈവവചനം പ്രഘോഷണമുണ്ട്, ദൈവവചനം, കർത്താവിൻ്റെ ശരീരം, അപ്പം മുറിക്കൽ ശുശ്രൂഷയുണ്ട്. ഈ രണ്ടും, ദൈവവചന പ്രഘോഷണവും അപ്പം മുറിക്കൽ ശുശ്രൂഷയും. ഇത് ആണ് പരിശുദ്ധ കുർബാന. എന്തിനാണിത് ചെല്ലണത്?
ഇത് രക്തസാക്ഷികളായ ഒരു സഭയിൽ ഏത് സമയത്തും കർത്താവിന് വേണ്ടി പീഡ അനുഭവിക്കേണ്ടി വരും. പീഡിത സഭ അതിനെ അതിജീവിക്കാൻ വേണ്ടി, അതിൻ്റെ മൗലിക വികാരങ്ങളിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി കർത്താവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുന്നതാണ് അപ്പം മൃഗ ശുശ്രൂഷയും അതുപോലെ തന്നെ ദൈവവചനം കേൾക്കുന്നതും. ഇപ്പം നമുക്കൊരു അനുഷ്ഠാന ആചാരവട്ടത്തിൻ്റെ ഭാഗമായിട്ട് ആണ് ആൾക്കാർ ചെയ്യണത്. അതാണ് ആൾക്കാർക്ക് അനുഭവങ്ങൾ ചിലർക്ക് കുറയണത്. പക്ഷേ കാര്യങ്ങൾ അറിയാവുന്നതിന് ഇന്നും അനുഭവം ഉണ്ടാവും. കുർബാനയെ മാറ്റി നിർത്താൻ നമുക്കൊന്നുമില്ല. കാര്യം ആദ്യം മുതൽ ഉണ്ടായിരുന്നതും എല്ലാത്തിനെയും അതിജീവിച്ചതും കുർബാന കൊണ്ട് മാത്രമാണ്. കർത്താവായ ദൈവമേ, പരിശുദ്ധ കുർബാന അപ്പോസ്തല കാലത്തെ ആദിമസഭയുടെ ആത്മാഭിഷേകം പോലെ തന്നെ വചനം കേൾക്കുവാനും വചനം ഗ്രഹിക്കുവാനും അപ്പം മുറിക്കുവാനും ആത്മാവിലാണ് ഭക്ഷിക്കുന്നതെങ്കിലും അത് അർത്ഥത്തോടെ ചെയ്യുവാനും അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്നപ്പോൾ അധിക ബലം തരണേ. ആദിയിലെന്നപ്പോൾ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത് പഴയ ഇന്നിപ്പോൾ കർത്താവ് ഈ ആരാധന വെളിപ്പെടുത്തിയില്ലേ, അതായത് പഴയ ജീവിത സന്തോഷത്തിലേക്ക് ഒരു വ്യക്തിക്ക് നിൻ്റെ പഴയ സന്തോഷത്തിലേക്ക് നിനക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്ന്. അതല്ലേ ഇന്നത്തെ ഏറ്റവും വലിയ വെളിപാടുകൾ. അതുകൊണ്ട് നമ്മൾ ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ മകളെ, നീ പല വിഷയങ്ങളെ ഓർത്ത് ചിലപ്പോൾ നിൻ്റെ വീട് വിറ്റ് നീ വാടക താമസിക്കുകയായിരിക്കോ. ചിലപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ റോസറി മീറ്റ് നടത്തിയപ്പോഴേ ഗൾഫ് രാജ്യത്തുള്ള ഒരു അപ്പനും അമ്മയും 4 മക്കളും അത് മസ്കറ്റിലാണ്. അപ്പോൾ നമ്മളവർക്ക് മസ്കറ്റിലൊക്കെ ആകുമ്പോൾ അവരിത് വെല്ലായിട്ട് താമസിക്കുക. അവരെന്താ പറഞ്ഞതെന്നറിയാവോ? അച്ഛാ, ഞങ്ങളിത് പൂട്ടി ഇതിൻ്റെ അകത്ത് ഇരിക്കുകയാണ്, പുറത്തോട്ട് ഇറങ്ങാനും പറ്റണില്ല, ഞങ്ങൾക്ക് അന്നന്ന് വേണ്ട അപ്പത്തിനുള്ള വക പോലും കാണുന്നില്ല അച്ഛാ എന്നാ പറഞ്ഞു. എൻ്റെ ഹൃദയം പൊട്ടിഞ്ഞു പോയി സത്യം പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു, ദൈവമേ, ഈ നാട് വിട്ടും വീട് വിട്ടും പോയുടെ അവസ്ഥ കണ്ടില്ലേ. അപ്പോൾ അവിടെയൊക്കെ മനസ്സിൽ ഇപ്പോഴേ എന്ന് രക്ഷപ്പെടും, എന്ന് നാട്ടിൽ പോകാൻ പറ്റും, 10 കാശിന്ന് കയ്യിൽ കിട്ടും എന്ന് ഈ വർത്തമാന കാലത്ത് അവർ ഇത് ഞാനീ പറയുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയുന്നുണ്ടാകും. കാര്യം ചിലപ്പോൾ ഇതുപോലുള്ള അവസ്ഥയിലായിരിക്കും, നാട്ടിലായാലും വിദേശത്തായാലും. എൻ്റെ മക്കൾ വിഷമിക്കരുത്. കാര്യം ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഇപ്പം കഴിഞ്ഞ ആഴ്ച നടന്ന ആരാധനയുടെ അനുഗ്രഹങ്ങൾ ഇന്നലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ആരാധനയുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഇന്നലെ മെനയുന്നുമായിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ജീവിക്കണ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെ നിങ്ങളെ ആരാധന കൂടുന്നത് അമ്മ ജീവനോടെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള അവസ്ഥയെ കഴിയണ എല്ലാവരും, നാട്ടിലായാലും വിദേശത്തായാലും ഇതുപോലെ സങ്കടം. നിത്യവൃത്തിക്ക് പോലും വകയില്ല, പണമില്ല, കുഞ്ഞുങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ പോലും പറ്റണില്ല. ഇന്നലെ വേറെ ഒരു സങ്കടം കണ്ട്, അതായത് അവർ ആശുപത്രിയിൽ നിന്ന് കുഞ്ഞിനേക്ക് രക്തം കയറണില്ല, എന്നിട്ട് ഈ രക്തം കയറുന്ന ആ രക്തം തൂക്കി കിടക്കുന്ന സ്റ്റാൻഡും കുഞ്ഞിനെയും ഈ അമ്മ ഈ സ്റ്റാൻഡോട് കൂടി പിടിച്ചിരിക്കുകയാണ്. അത് ഒരു കൈ കൊണ്ട് മൊബൈലും പിടിച്ചിട്ടുണ്ട്, ഒരു കൈ കൊണ്ട് മൊബൈലും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളെ ആൾക്കാരെ അമ്മയെ കാണിക്കാൻ വേണ്ടി ഈ കുഞ്ഞിനെയും കാണിക്കുന്നുണ്ട്, ഈ രക്തവും കാണിക്കുന്നുണ്ട്, രക്തം കയറാത്ത അവസ്ഥയും കാണിക്കുന്നുണ്ട്. എന്നിട്ട് നിന്ന് കരയുകയാണ്. എങ്കിലും അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആശ്വാസം, നീ ഇത്രയും ആണെങ്കിലും ഒരു കാരണവശാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ കർത്താവ്. കൊറോണയാണെങ്കിലും എന്ന് കൂടി നമ്മൾ ചേർത്ത് വായിച്ച ആ വചനത്തിന് ഭയങ്കര അർത്ഥം കിട്ടും. ഒരു കാരണവശാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. അത് കൊറോണയാണെങ്കിലും, നിൻ്റെ കുഞ്ഞ് രക്തം കയറുന്നില്ലെങ്കിലും, അന്യരാജ്യത്ത് നീ ആശുപത്രിയിലാണെങ്കിലും,
ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങളെ കണ്ട് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും കർത്താവിടെ ആ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തും. അതുപോലെ നിങ്ങളിപ്പോൾ ഈ ആരാധന കേൾക്കുമ്പോൾ ഓർക്കുക, ആരാധന കൂടാൻ കഴിയണത് തന്നെ കർത്താവ് നിനക്ക് തന്നൊരു അനുഗ്രഹമാണ്. ആരാധന കൂടാൻ കഴിയുന്നുണ്ടെങ്കിൽ എൻ്റെ സ്വരം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാനാണ് സംസാരിക്കുന്നത്, നിങ്ങൾ കരുതണ്ട. ഞാനൊരു നിമിത്തം മാത്രമാണ്. അമ്മ നിങ്ങൾ കരുതുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ മക്കൾ ഇപ്പോൾ അമ്മയെ കാണിക്കുക, കുഞ്ഞിനെങ്കിൽ കുഞ്ഞ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അസുഖത്തിൻ്റെ ഭാഗങ്ങൾ അമ്മയെ കാണിക്കാൻ പറ്റുന്നത് സഭ്യമായ ഭാഗങ്ങളാണെങ്കിൽ അമ്മയെ കാണിക്കുക, ഇപ്പോഴേ കാണിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മയെ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലൈവായി ഈ ആരാധന കൂടിയിട്ട് ജീവിത സങ്കടങ്ങളെ കണ്ണുനീരോടുകൂടി പങ്കുവെക്കുന്നവര്, മാരക രോഗികള്, തീരാവേദനയുള്ളവര്, അസ്ഥിവേദനയുള്ളവര്, ത്വക്ക് വേദനയുള്ളവര്, മാംസപേശികളിലെ മരവിപ്പുള്ളവര്, മുഴയുള്ളവര്, കിഡ്നി രോഗികള്, കരൾ രോഗികള്, കർത്താവ് എപ്പിലെപ്സി രോഗികള്, ഓട്ടിസം രോഗികള്, വാത രോഗികള്, കർത്താവ് എല്ലാ വിധത്തിലുള്ള വേദന അനുഭവിക്കുന്നവരിൽ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. അമ്മയുടെ മധ്യസ്ഥതയില് മാരക രോഗങ്ങള്, തീരാവേദികള് യേശു നാമത്തില് ഈ നിമിഷം മാറിപ്പോകട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ചിലര് പ്രാർത്ഥന മാത്രമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായതാണ്. ഇവിടുന്ന് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉടമ്പടി എടുത്ത് ചെയ്യണത്? അപ്പം നേർച്ച വസ്തുക്കളെല്ലാം തീർന്നു. അവരാ പുസ്തകം മാത്രമാണ് ചെയ്യേണ്ടത്. ഇപ്പോഴും പുസ്തകത്തിലെ ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും, ആ പ്രാർത്ഥന മഞ്ഞെ പ്രാർത്ഥിക്കുകയാണ്. കാര്യം നമുക്ക് ഉടമ്പടി നേർച്ച വസ്തു ഇപ്പോൾ കിട്ടാൻ മാർഗ്ഗമില്ലല്ലോ. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ദൈവം അവിടെ അലർജി രോഗങ്ങളെ പൂർണ്ണമായി സുഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ അവരുടെ ജീവിതം ക്രമീകരിച്ചിരിക്കണം. അവർ അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ 24:33 അനുസരിച്ചുകൊണ്ട് അവർ പഴയ സന്തോഷത്തിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. പഴയ സന്തോഷത്തിലേക്ക് രണ്ട് തരത്തിൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. ഒന്ന്, ദൈവത്തിൻ്റെ കൃപയാൽ ആ വിഷയം നടന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ആന്തരിക മുറിവിൻ്റെ മേലെ, വേദനയുടെ മേലെ കർത്താവ് പുതിയൊരു അഭിഷേകം തന്നുകൊണ്ട് ഇപ്പം തന്നെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവർ ജെറുസലേമിലേക്ക് തിരിച്ചു പോയി. ജെറുസലേമിലെ അവസ്ഥ എന്താ? അവർ തിരിച്ചു പോകുന്ന കാലത്തുള്ള അവസ്ഥ തന്നെയാണ് അവിടെ. പുതിയ അവസ്ഥകളൊന്നും സംഭവിച്ചിട്ടില്ല. എങ്ങനെ അവർ തിരിച്ചു പോകുന്നു? ആ അവസ്ഥ തന്നെയാണ് ജെറുസലേമിൽ ഇപ്പോഴും ഉള്ളത്. പക്ഷേ നമ്മുടെ സാഹചര്യം അത് തന്നെയാണെങ്കിലും പക്ഷേ അവിടെ മനസ്സ് ദൈവം മാറ്റിയിരിക്കുന്നു. അതാണ് 24:34 പറയണത്. അവർ ജെറുസലേമിലേക്ക്, തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് അവർ തിരിച്ചുപോയി. ദൈവവേദന സാഹചര്യങ്ങൾ അതുപോലെ നിലനിന്നാലും സാഹചര്യത്തിന് ആവിയും പുകയും ചൂടും നമ്മൾ അനുഭവിക്കാതെ, അത് ഏത് കാലത്താണോ നമ്മൾ സന്തോഷമായി ജീവിച്ചത്, അത് ആത്മാഭിഷേകത്തിലേക്ക് കർത്താവിന് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിയും. ഈ നിമിഷം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം നിങ്ങൾക്ക് അതിൻ്റെ അഭിഷേകം ലഭിക്കുന്നു. ഈ നിമിഷം അമ്മ നിങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സുവിശേഷയുടെ മക്കളെ കർത്താവേ, അങ്ങയുടെ പഴയ സന്തോഷത്തിലേക്ക് കർത്താവേ അവരെ തിരിച്ചു പോകാൻ വേണ്ടി, അവർക്ക് പുതിയ അഭിഷേകം കിട്ടാൻ വേണ്ടി ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഈശോ അങ്ങനെ തിരുമറി പറഞ്ഞു വലതുകരം മക്കളിലേക്ക് അയക്കണമേ കർത്താവേ. സന്തോഷം നഷ്ടപ്പെട്ടവര് കടങ്ങൾ കാരണം, രോഗങ്ങൾ കാരണം, കലഹങ്ങൾ കാരണം, പല വിഷയങ്ങൾ കാരണം കർത്താവേ സന്തോഷം നഷ്ടപ്പെട്ടവര്, അവർ വിചാരിച്ച കാര്യങ്ങൾ എല്ലാം അവതാളത്തിലായപ്പോഴേ അവർക്ക് സന്തോഷം നഷ്ടപ്പെട്ടവര്, അങ്ങനെ ഓരോരോ കാരണങ്ങളാൽ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടവരെ കർത്താവേ, ആ വിഷയങ്ങൾ ഭൗതികമായ സാഹചര്യങ്ങൾ അതുപോലെ നിൽക്കുമ്പോൾ തന്നെ അപ്പോസ്തലന്മാർ ജെറുസലേമിലേക്ക് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ധരിച്ചുകൊണ്ട് തിരിച്ചുപോയ പോലെ തിരിച്ചു പോകാനും ആ അഭിഷേകവും ആ സന്തോഷവും അനുഭവിക്കാൻ, പഴയ സന്തോഷം അതേപോലെ അനുഭവിക്കാൻ അഭിഷേകം നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
വീശണമേ, തീക്കാറ്റായി വീശണമേ. ഓ അഗ്നിയഭിഷേകമേ, ഓ അഗ്നിയഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. രോഗികൾ അവിടെ രോഗമുള്ള ഇടങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കരൾവേദനക്കാരെ നെഞ്ചിൻ്റെ താഴെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കരൾവേദനക്കാരെന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോഴും കർത്താവ് കരളിനെ കാണിച്ചു തന്നതുകൊണ്ടാണ് ആ ഒരു പ്രത്യേക അവയവം എടുത്ത് പറയാൻ കാര്യം. ഫാറ്റ് ലിവറാകാം, ലിവർ സിറോസിസ് ആകാം, കരളിലെ നീരവീക്കമാകാം. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ കരളിൻ്റെ അവിടെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കിഡ്നി രോഗികളെ നടുവിനെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കിഡ്നി രോഗികളെ നടുവിന് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ശ്വാസകോശ രോഗികളെ നെഞ്ചിന് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. പല പല രോഗങ്ങൾ ആസകരമുള്ളവർ സർവാംഗം കൈവച്ചുകൊണ്ട് സ്വസ്തിക പോലെ ചുരുട്ടിവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കൾ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധമായ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, ഈ മക്കൾക്ക് എല്ലാം വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തില്, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, യേശു നാമത്തില് മാരക രോഗങ്ങളെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, രോഗമെല്ലാം മാറിടട്ടെ, നഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, നഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ സമാപന ആശീർവാദമാണ്. ആശീർവാദം കിട്ടുന്ന സമയത്തും മക്കൾ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാര്യം ഇത് കൃപാസനമാണ്. കൃപാസനം ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭൗതികമായ മേഖലകളുടെ മേൽ ദൈവികമായ ഇടപെടൽ അനുഭവിച്ച് നിങ്ങളെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടിയാണ്.